ഈ അടിയന്തര ശസ്ത്രക്രിയകൾ പോലും താളം തെറ്റിയ കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയെക്കുറിച്ചുള്ള വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി തിയേറ്ററുകൾ അടച്ചിട്ട് മാസങ്ങളായി. അധികൃതർ അനാസ്ഥ തന്നെയാണ് ഇവിടെയും കാരണമെന്നാണ് വിമർശനം ഉയരുന്നത്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, ഈ ബീച്ച് ആശുപത്രി നമുക്കറിയാം ഒട്ടേറെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ ഈ അറ്റകുറ്റപ്പണികൾക്കെന്ന് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടുക, എന്നിട്ട് മാസങ്ങൾ ഇങ്ങനെ അടച്ചിടുക എന്ന് പറയുമ്പോൾ എത്രത്തോളം രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതിന് മറ്റൊരു കാരണമില്ല. എന്തുകൊണ്ട് ഇത്രയും നാൾ എടുക്കുന്നു എന്ന ചോദ്യം തന്നെയാണ് പ്രധാനം. തീർച്ചയായും വീണ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ്. ദിവസേന നിരവധി രോഗികൾ എത്തുന്ന, രോഗികളുടെ ഏക ആശ്രയമായ ഒരു സർക്കാർ ആശുപത്രിയാണ് ഇവിടെ. ഈ ആശുപത്രി നിരന്തരം പ്രശ്നങ്ങൾക്ക് നടുവിലൂടെയാണ് ആശുപത്രി കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഈ ആശുപത്രിയിൽ ഉള്ളത് എന്നാണ്. പ്രധാനമായും 2 ഓപ്പറേഷൻ തിയേറ്ററാണ് ആശുപത്രിയിൽ ഉള്ളത്. അതിലൊരു ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ട് മാസങ്ങളാകുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിനെ പറയുന്ന അധികൃതരുടെ ഭാഗത്ത് നിന്ന് അവർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് അവിടെ അറ്റകുറ്റപ്പണി നടത്താനുണ്ട്, അതുകൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നത് എന്ന്. അത് 1 മാസമല്ല, 2 മാസമല്ല, അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അതായത് ഇപ്പോൾ ശരിയാക്കാം എന്ന് പറയുകയല്ലാതെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടിയും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല എന്നതാണ്. മറ്റൊരു ഓപ്പറേഷൻ തിയേറ്റർ കൂടി ഈ ആശുപത്രിയിലുണ്ട്. അതും താൽക്കാലിക സംവിധാനത്തിൽ ഒരു വന്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മുറിയുണ്ട്. ആ മുറിയിലാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നത് എന്നതാണ് വസ്തുത. അതും കൃത്യമായിട്ടുള്ള ഉപകരണങ്ങളോ മറ്റു സജ്ജീകരണങ്ങളോ ഒന്നും തന്നെ ആ മുറിയിലും ഇല്ല എന്നാണ് പുറത്തു വരുന്നത്. അതായത് പ്രധാനപ്പെട്ട 3 ഓപ്പറേഷൻ തിയേറ്ററിന്റെയും പ്രവർത്തനം ഏറെക്കുറെ നിലച്ച മട്ട് തന്നെയാണ് ഈ ബീച്ച് ആശുപത്രിയിലുള്ളത്. മാത്രമല്ല ഇവിടെ എത്തുന്ന രോഗികളോട് കൃത്യമായി, അതായത് മെഡിക്കൽ കോളേജിലേക്ക് എന്തെങ്കിലും കാര്യമായ ചികിത്സയോ അല്ലെങ്കിൽ മറ്റു ഓപ്പറേഷൻ വേണ്ട സംഭവമൊക്കെ ആണെങ്കിൽ പോലും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ റെഫർ ചെയ്യുന്ന ഒരു നടപടി കൂടി ഇവിടെയുണ്ട്. കാരണം ഇവിടെ അതിനു വേണ്ട കാര്യമായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും ഇവിടെ ഇല്ല. എല്ലാ കാലത്തും, അതായത് വിവാദങ്ങൾക്ക് നടുവിലും, അതായത് പരാധീനതകളുടെയും ഇല്ലായ്മകളുടെയും നടുവിൽ നിൽക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ് ഈ ബീച്ച് ആശുപത്രി. ഇവിടെ നിന്ന് എത്തുന്ന രോഗികൾക്ക്, അതായത് ആശുപത്രിക്ക് അകത്ത് നിന്ന് ഈ മഴക്കാലത്ത് ചോരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ OP ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്തും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ കാര്യമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരം. കാരണം അതിലൊക്കെ തന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഇവിടെ എത്തുന്ന സാധാരണക്കാരായ നിർധരരായ രോഗികളാണ് എന്നതാണ്. അതായത് ഇവിടെ നിലവിൽ ചേച്ചി, ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടോ? ഡോക്ടർമാർ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുട്ടീനെയൊക്കെ നോക്കുന്നുണ്ട്. അത് തന്നെയാണ് വീണ. അതായത് ഇവിടെ നിലവിൽ ഒരു പനിയോ അല്ലെങ്കിൽ ചെറിയ അസുഖമായോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ആശുപത്രി കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റെന്തെങ്കിലും വലിയ രോഗവുമായൊക്കെ തന്നെ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ആശുപത്രിക്ക് ഏറ്റവും മുകളിലാണ് ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നത്. താൽക്കാലികമായി ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രവർത്തനം ഉള്ളത്. പക്ഷെ അതും പരിമിതികൾക്കും ഇല്ലായ്മകൾക്കും നടുവിലാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് വസ്തുത. പക്ഷെ ഇതിന് ശാശ്വതമായ പരിഹാരം എപ്പോൾ കാണും എന്ന് അധികൃതർ ചോദിച്ച സമയത്ത് അവർ നമുക്ക് നൽകിയിരിക്കുന്ന കാര്യം, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഫെബ്രുവരിയോടെ, അതായത് അടുത്ത കൊല്ലം ഫെബ്രുവരിയോട് തന്നെ ഈ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒക്കെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയും എന്നൊരു വിശദീകരണമാണ് അവർ നൽകിയിരിക്കുന്നത്. അതിന് ഇനിയും മാസങ്ങളുണ്ട്. അതായത് ഇവിടെ എത്തുന്ന സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ട രോഗി, അവർ ഇനിയും മാസങ്ങളോളം ഇത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒക്കെ പ്രവർത്തനം സാധാരണഗതിയിലാവണമെങ്കിൽ മാസങ്ങൾ ഇനിയും കാത്തിരിക്കണം എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അതായത് ആരോഗ്യ രംഗത്ത് നമ്മൾ ഒന്നാമതാണെന്ന് സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യ വകുപ്പും ഒക്കെ കാലങ്ങളായി കൊട്ടിഘോഷിക്കുന്ന പ്രൊപ്പഗാൻഡ, അതിന്റെ ഭാഗമായി നടക്കുന്ന അത് വെറും പ്രൊപ്പഗാൻഡ മാത്രമാണ് എന്ന് ഇത്തരത്തിൽ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാകും വീണ. ഓക്കെ, ശരി അനഘ, അത് കൃത്യമായി മനസ്സിലാകുമെന്ന് അനഘ പറയുന്നത് വെറുതെ അല്ല. നമ്മൾ കാലങ്ങളായി ഇതേ വിഷയം തന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഈ തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുന്നത് എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. ഇത്തരത്തിലുള്ള വിവിധ അനാസ്ഥകൾ വിവിധ ഇടങ്ങളിൽ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.